എന്തിനാ ഇങ്ങനെ സമയം വെറുതെ കളയുന്നത്? സ്കൂളിൽ പോകണ്ടേ നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ കുട്ടികളി കളിച്ചോണ്ട് നടക്കുന്നേ? സ്കൂളിന് പോയില്ലെങ്കിൽ ചീത്ത കുട്ടിയാവോ? നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് വയറ് വേദനിക്കുന്നു. ചുമ്മാ കാരണങ്ങൾ പറയാതെ. ഒരു പക്ഷേ ഞാൻ വിശ്വസിച്ചാലും നിന്റെ ടീച്ചർ വിശ്വസിക്കില്ല. നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നിന്നെ നോക്കി കളിയാക്കും. വലിയ പുലിക്കുട്ടികളുണ്ടായിരുന്നു. വലിയ പുലിക്കുട്ടി. ഏയ്, നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? എന്റെ നീ എന്തിനാ കരയുന്നേ? അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞോ? ഷെടാ, ഇതിനെന്തിനാ കരയുന്നേ? എന്നെ എല്ലാവരും വഴക്ക് പറയും. വീട്ടിലെ മുത്തശ്ശി, സ്കൂളിലെ ടീച്ചർ. ഞാനതൊന്നും കേൾക്കാറില്ല. ഞാൻ നിന്നെ പോലെയൊന്നുമല്ല. ഞാൻ അത്രയ്ക്ക് മോശമല്ല. ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല. ഞാൻ ചീത്ത കുട്ടിയല്ല. ചീത്ത കുട്ടികളെ സ്കൂളിൽ പോവാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം. അച്ഛൻ എന്ന് എന്നെ പഠിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് അടിപൊളിയാണല്ലോ. ടീച്ചറും ഇല്ല, കൂടെ പഠിക്കുന്ന കുട്ടികളും ഇല്ല. നിന്റെ അച്ഛൻ അടിപൊളിയാണല്ലോ. സ്കൂളിലെ ടീച്ചേഴ്സിനെക്കാളും അച്ഛൻ എനിക്ക് മലയാളവും മാത്സും നന്നായിട്ട് പഠിപ്പിക്കും. അപ്പൊ ഞാൻ നിനക്കൊരു ടെസ്റ്റ് വെക്കാം. 4 into 8 എത്രയാ? 32. എന്നൊക്കെ ഞാൻ കണക്കിട്ട് നോക്കട്ടെ. അടുത്തത് കഠിനമായി ചോദിക്കാം. 3 into 7 എത്രയാ? 21. 6 into 7 42. 8 into 9 72. ഇതൊക്കെ ഗുണനങ്ങളല്ലേ? അതൊക്കെ വളരെ എളുപ്പമാ. ഇതൊന്നും നിനക്ക് കാണാപ്പാടല്ല. ഞാൻ ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം ടീച്ചർ എന്നെ പഠിപ്പിച്ചു. ശരി, എന്നാ കേക്കട്ടെ. 1 മീറ്ററിന് എത്ര അടിയാണെന്ന് പറ. 2 മീറ്ററിന് എത്ര സെന്റിമീറ്ററാ? എനിക്ക് ഇതുപോലെ അറിയില്ലേ? 30 സെന്റിമീറ്ററിന് എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നിനക്കൊന്നും അറിയില്ലല്ലേ? മതി മതി, നിർത്തിക്കോ. നീ എന്താ ചെയ്യുന്ന? ഞാൻ സ്കൂളിൽ പോവാം. ഞാൻ പോവാം. വാശി പിടിക്കുന്നതിൽ അത്ര തെറ്റൊന്നുമില്ല. എന്ത് പറ്റി മോളെ? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഞാനൊരു സെന്റൻസ് വായിച്ചു. അത് നല്ല ഇൻട്രസ്റ്റിംഗാ. നിനക്ക് പറഞ്ഞു തരട്ടെ? തേനീച്ചകൾക്ക് പൂവിൽ നിന്നും തേനെടുക്കാൻ അത്ര ഇഷ്ടം, അതേപോലെ പൂക്കൾക്കും തേനീച്ചകൾക്ക് തേൻ കൊടുക്കാൻ അത്ര ഇഷ്ടം. എന്തു പറ്റി മോളെ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? തേനാണ് തേനീച്ചകൾക്ക് ഭക്ഷണം. തേനീച്ചകൾ പൂവിൽ നിന്നും ദിവസവും തേൻ ശേഖരിക്കാറുണ്ട്. അപ്പോഴാണ് പൂവിനാവശ്യമുള്ള പോലൻ ഗ്രെയിൻസ് അതിന് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ പൂവിനെ കൊണ്ട് നമ്മൾക്ക് പഴം തരാനാവുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്താൽ ആ ഉപകാരം നമ്മളെ എന്തെങ്കിലും ഒരു ദിവസം കാക്കും. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ മോളെ, നീ എന്താണെങ്കിലും പറഞ്ഞോ. ഇന്ന് രാവിലെ ഞാൻ രാഹിക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോ ആ ഡുംഡോങ്ങിനെ കണ്ടായിരുന്നു. പതുക്കെ. അമ്മേ, ഇവിടെ ഉണ്ടോ? ആ, വരൂ വരൂ. വന്നാട്ടെ, അകത്തോട്ട് വന്നാട്ടെ. പിന്നീട് നമസ്കാരം മുത്തശ്ശി. ആ